ഹായ് ഹലോ, ഞങ്ങളുടെ ഫ്രണ്ട് ഷിജാസിൻ്റെ കല്യാണ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോ. മാഹി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തി ഓരോ ജ്യൂസൊക്കെ കുടിച്ച് നേരെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങളുടെ ടീംസൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് ലാത്തിയൊക്കെ വെച്ചിട്ടാണ് ഷിജാസിനെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അങ്ങനെ ഷിജാസിനെയും വൈഫിനെയും ഒക്കെ കണ്ടു. രണ്ടുപേർക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ കലാപരിപാടികളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ തന്നെയാണ്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് താഴെ ഫുഡ് കൊടുക്കുന്നത് കണ്ടത്. ഞങ്ങളുടെ ടീംസൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഞങ്ങൾക്കും പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പോവുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്യാമറ എടുത്ത് പോകുമ്പോൾ ഫേസ് മറച്ച് പോകുന്ന രണ്ട് വ്യക്തികളാട്ടോ. ഇത് രണ്ടും പെട്ടെന്നാണ് എൻ്റെ ക്യാമറ കാണുന്നതും ഫേസ് മറച്ച് പോകുന്നത് കണ്ടോ. അപ്പോൾ ഇത് ജോഡ മോളാട്ടോ. അപ്പോൾ മോക്ക് ഫുഡ് കൊടുക്കുകയാണ്. കുട്ടികളല്ലേ, ഇതുപോലെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ഫുഡ് കഴിക്കില്ലേ. അതുകൊണ്ട് കുറച്ച് നേരം മോളെ കൂടെ അങ്ങനെ അങ്ങ് ഇരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാനിതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിംസ് കല്യാണത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അൽസ എന്ന് പറഞ്ഞ സാധനം. അത് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഷാമു അൽസ കഴിക്കില്ല എന്നും പറഞ്ഞ് ചോറ് മാത്രം എടുത്തിട്ട് വന്നു. പക്ഷേ തൊട്ടടുത്ത പ്ലേറ്റ് കൈയിട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. കാരണം അതൊരു ശീലമാണ് ആ കുട്ടിയുടേത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആദ്യം മത്സ്യമൊക്കെ കഴിച്ച് എന്താ പറയുക, ഞങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കുറേ പൊട്ടത്തരങ്ങൾ തന്നെയായിരിക്കും ഞങ്ങളുടെ വായിന്നൊക്കെ വീഴുക കേട്ടോ. അപ്പോൾ അതിന് പിന്നെ കുറേ കളിയാക്കൽ, തമാശകൾ, അങ്ങനെയുള്ള ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ആട്ടോ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ഒത്തിരി ഇഷ്ടവും കൂടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത് എല്ലാവരും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഡെസേർട്ട് ഐറ്റമായ ഗുലാബ് ജാമും ഐസ്ക്രീമും ഉണ്ട്. എൻ്റെ ഇതിന്ന് കയറ്റ് വാരിയുണ്ടോ ഷാമും. പക്ഷേ എന്ത് പറഞ്ഞാലും നല്ല സ്നേഹമുണ്ട് കേട്ടോ. എനിക്കും വായിലൊക്കെ വെച്ച് തരുവേ. എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഷെയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ തരുവൊക്കെ ചെയ്യും കേട്ടോ ഷാമും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഏകദേശം പോകേണ്ട പുറപ്പാടായി. അപ്പം അതിന് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു പുറപ്പാടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കുറേ ഫോട്ടോസ് എടുത്ത് വീണ്ടും അവിടുന്ന് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി കുറേ വെറൈറ്റി ചായ അവിടെ കണ്ടത്. എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓരോരോ വെറൈറ്റി ഐറ്റംസ് അങ്ങ് എടുത്തിട്ട് എല്ലാവരും കൂടി അങ്ങ് ഷെയർ ചെയ്തിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ലാസ്റ്റായിട്ട് ഓരോന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാനൊന്നും തോന്നില്ല. പക്ഷെ പോകണമല്ലോ എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്ത ഫംഗ്ഷന് ഞങ്ങളെല്ലാവരും ഇതേപോലെ ഒത്തുകൂടും. ഇതേ സംഭവങ്ങൾ തന്നെ നടക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.